ശേ, ആ തള്ളേരെ കരച്ചിൽ കാണുമ്പോൾ തന്നെ ഒരു വിഷമം. എന്ത് ചെയ്യാനാ ആ പയ്യൻ്റെ ഒരു വിധി. പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലെന്ന്. ബൈക്കിൽ അമ്മാതിരി പോക്കല്ലേ ആ പോണത്. ഞാൻ ആ കടയിൽ അവിടെ ഇരിക്കുമ്പോൾ കാണാറുണ്ട്. 100-110 വിടണത്. അതെങ്ങനെ വണ്ടിയിൽ പയ്യപ്പം പറഞ്ഞാൽ കേൾക്കൂല. ഇപ്പോഴത്തെ പിള്ളേരെ കാര്യങ്ങൾ. ആടാ പിന്നെ അവൻ്റെ ഒരു അമ്മാവൻ ദുബായിൽ നിന്ന് വരുന്നുണ്ട്. മരണം പറഞ്ഞപ്പോൾ പുള്ളിക്ക് അവൻ്റെ ബോഡി ഒന്ന് കാണണം. അല്ല അപ്പം നടക്കൂലേ ബോഡി? എവിടെ നിന്ന് അങ്ങേര് വരെ ഒരു 3-4 ദിവസം എടുക്കുമെന്നാണ് പറയണത്. അതുവരെ ആ ബോഡി ഏതോ മോർച്ചറി വെക്കാനാണ് പ്ലാൻ. ആ, അപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ട്, ചിലപ്പോൾ അതായിരിക്കും. പക്ഷേ അതൊരു ലോക്കൽ സെറ്റപ്പാണ്. ബോഡിയൊക്കെ തറയിലാണ് കിടത്തേക്കുന്നത്. ഓ പിന്നെ ഡെഡ് ബോഡിക്ക് എന്തോ ലോക്കൽ സെറ്റപ്പ്. നീ വാ, നമുക്ക് ആ ബോഡി പതുക്കെ ഹോസ്പിറ്റലിൽ എത്തി. വല്ലതും കാശ് കളയുന്ന പരിപാടിയാണ്. പിന്നെ വാ, പെട്ടെന്ന് പോവാം. പഞ്ഞിയ കാരി ഇത് ഏത് സ്ഥലം? വെള്ള ഷർട്ട് വെള്ളം ഉണ്ടൊക്കെ. ഇത് ഏത് പാർട്ടിയുടെ സ്ഥലം? ആ താൻ എണീറ്റോ? ഞാൻ കരുതിന് രാവിലെ എണീക്കത്തുള്ളൂ. അതെ, ഇതേതാ സ്ഥലം? ഓ, അപ്പൊ അത് അറിയില്ലല്ലേ? ഇന്നലെ എൻ്റെ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കണ്ണുറക്കണേ. എടോ, ഇത് മോർച്ചറിയാടോ. ഏത്? ഇതാ മോർച്ചറി. ഇതേതാ പണി അറിയാത്ത ആർട്ട് ഡയറക്ടർ സെറ്റിട്ട് വെച്ചവരുണ്ട്. ആകെ 4 ബോഡി, അതും തറയില്. താനൊരു ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞില്ലേ? അതിൽ താൻ അങ്ങ് മരിച്ചു. തന്റെ ബന്ധുക്കൾ ആരോ ഇവിടെ കൊണ്ടുവന്നാക്കിയതാ. 3-4 ദിവസം കഴിയുമ്പോ തന്നെ അങ്ങ് കുഴിയിലോട്ടെടുക്കും. മരിച്ചെന്ന്? അതെങ്ങനെ ശരിയാവും? എനിക്കെണിച്ച് നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. അതിന് മരിച്ചു കഴിഞ്ഞ് എണീറ്റ് നടക്കാൻ പറ്റത്തില്ലെന്ന് തന്നോട് ആരാ പറഞ്ഞേ? ഇനി ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അറിയാം. ഇതൊക്കെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാവുന്ന കാര്യങ്ങളാണ്ടേ. അതിന് താൻ മുമ്പ് മരിച്ചിട്ടുണ്ടോ? എടോ, ഇതൊക്കെ ഇങ്ങനെയാടോ? ഞാൻ അതാ ഇപ്പൊ മരിച്ചപ്പോഴും ഇതൊക്കെ അറിയുന്നേ. അല്ല, താൻ എങ്ങനെയാ മരിച്ചേ? ഓ, അതൊന്നും പറയണ്ട. ബാത്റൂമിലൊന്ന് സ്ലിപ്പായതാ. നേരെ പോയി പൈപ്പൂറ്റിയിലിടിച്ചു. നല്ലൊരു ദിവസമായിട്ട്. ഷേ, അല്ല, തനിക്കെങ്ങനെ ആക്സിഡന്റ് ആയത്? ഓ, എൻ്റെ കഷ്ടകാലത്ത് ഞാൻ വണ്ടിയായിട്ടൊന്ന് പുറത്തിറങ്ങിയതാ. ഒരു പാണ്ടിലോർക്കാരൻ നേരെ കൊണ്ട് കയറി. മിസ്റ്റർ കേളവാത്ത. ഞാൻ അല്ല, ഒരു പയ്യനൊരു ലിഫ്റ്റ് കൊടുത്തിരുന്നു. അവൻ്റെ കാര്യം എന്തായ എന്തോ. ഓ, അപ്പൊ ഹെൽമെറ്റ് ഒന്നും വെച്ച് കാണത്തില്ലല്ലേ? അല്ലേലും താനൊക്കെ പോലീസുകാരെ പറ്റിക്കാനല്ലേ ഈ ഹെൽമെറ്റ് വെക്കുന്നേ? ഇനി പറഞ്ഞ കാര്യമില്ല. താൻ എണീറ്റ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല സൂയിസൈഡും ആണെന്ന്. വല്ല പ്രേമനൈരാശ്യവും വല്ലതും. നമ്മളെന്ന് തേച്ചിട്ട് പോകുമ്പോഴൊരു പെണ്ണില്ല. അതെന്താ അങ്ങനെ? താൻ അത്രയ്ക്ക് മോശമാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു പെണ്ണിനോട് അടുത്തൊഴുകി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കാൻ എന്നോട് ഭയങ്കര പ്രേമമായിരിക്കുമെന്ന്. ഞാൻ ഓടിച്ചെന്ന് അവരോട് ഇഷ്ടമാണെന്ന് പറയും. എൻ്റെ ഒരു സ്വഭാവം വെച്ച് അവരപ്പം തന്നെ ഓടിച്ച് ചെയ്തു തരും. പിന്നെ കുറേ നാൾ കരച്ചിലും പിടിച്ചിലായിട്ടൊക്കെ അങ്ങ് പോകും. അപ്പോൾ പുതിയ ആരെങ്കിലും വരും. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് പെണ്ണുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കണില്ല. ആ, കൊള്ളാം. സ്വഭാവം കൊള്ളൂല്ലെങ്കിൽ പെണ്ണിട്ടാൻ കുറച്ച് പാടാ. അല്ല, വന്നിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ അഞ്ജലി രാധാകൃഷ്ണൻ. കൊച്ചിയിലൊരു IT കമ്പനിയിൽ ജോലി ചെയ്യുക. താനോ? എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആനന്ദ് യെസ്. ഞാനും IT ഫീൽഡാ. പിന്നെ ഈ ചിങ്ങത്തില് അടുത്ത ആളെണീറ്റല്ലോ. അല്ല, നിന്നോട് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. നീ എങ്ങനെയാ മരിച്ചേ? ഓ, ഒന്നും പറയണ്ട ചേച്ചി. ഒരു കാലമാടന്റെ വണ്ടിയിൽ കയ്യാണിച്ച് കയറിയതാ. അതിന് അവ ഒരു പാണ്ടിലോറിയുടെ ഫ്രണ്ട് കൊണ്ട് ഇടിച്ചു കയറ്റി. അവനെ എന്റെ കൈ കിട്ടിയോണ്ടല്ലേ. ഇയാളിവിടെ ഉണ്ടായിരുന്നു. ഡോ, വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞുകൂടായിരുന്നോടോ? ഞാൻ ഓടിക്കുമായിരുന്നല്ലോ. ഇയാളൊരു 100-110. അതാ പാണ്ടിലോറിക്കാർ ഓവർ സ്പീഡിലായിരുന്നു. അതിന് താനെന്തിനാണോ എന്റെ അണ്ണാക്കിലോട്ട് വന്ന് കയറുന്ന? ഈ ബ്രേക്ക് എന്ന് പറയുന്ന സാധനം കാണാൻ വെച്ചിരിക്കുന്ന ഒന്നല്ല. നാളെ എന്റെ കാമുകയായിട്ട് ഊട്ടി പോയിരുന്ന ഞാനാ. പിന്നെ ഇവിടെ അതിനേക്കാളും തണുപ്പുള്ളതുകൊണ്ട് ഞാൻ തന്നെ വിട്ട്. ഞാൻ ഒന്ന് മൂത്ര വെച്ചിട്ടോട്ട്, ബാക്കി പിന്നീട്. താനൊക്കെ എന്ത് ദുരന്താടോ? പ്രേമിക്കാനും അറിയില്ല, വണ്ടി ഓട്ടിക്കാനും അറിയില്ല. ഇയാളങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ പറഞ്ഞ തന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ? എനിക്ക് വണ്ടിയൊക്കെ ഓട്ടിക്കാൻ അറിയാം, പിന്നെ പ്രേമം അതില്ല. എന്നിട്ടാണ് എന്നെ കളിയാക്കണേ? അല്ല, അതെന്താ അങ്ങനെ? താൻ നോക്കിട്ട് ആരും കിട്ടിയില്ലേ? ആരും കിട്ടാഞ്ഞിട്ടൊന്നുമല്ല.
ഓരോ ആൾക്കാർ ലൈഫിലോട്ട് വരുമ്പോൾ വിചാരിക്കും അതിനേക്കാളും ബെറ്റർ കിട്ടുമെന്ന്. അങ്ങനെ നോക്കി നോക്കിയിരുന്ന് ഇതായിപ്പോൾ ഇവിടെ എത്തി. എടാ, നമ്മൾ ഈ മനുഷ്യന്മാർക്ക് ആകെ ഇത്തിരി നാളെ ജീവിച്ചിരിക്കണേ. അതിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ പ്രേമിച്ചാൽ പ്രേമിച്ച്, അല്ലാതെ നല്ലത് നോക്കി നടന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. ഓഹോ, അതിന് ജീവിച്ചിരിക്കുമ്പോഴേ പ്രേമിക്കാൻ പറ്റുള്ളൂന്ന് തന്നോട് ആരാ പറഞ്ഞേ? മരിക്കുമ്പോൾ പറ്റത്തില്ലേ? അങ്ങനെയൊക്കെ പറ്റുമോ? അത് കൊള്ളാം. മരിച്ചു കഴിഞ്ഞ് എണീറ്റ് നടക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, പിന്നെ പ്രേമിക്കാൻ മാത്രം പറ്റാത്തെന്താ? ആ, പറയാൻ പോലെ അത് ശരിയാണല്ലോ. അല്ല, തനിക്കിനി മോർച്ചയിൽ ആരെ കിട്ടാന്? പ്രേമിക്കാൻ ഒരു ചെക്കൻ വേണ്ടേ? അതൊക്കെ ഉണ്ട്. അതാരാ? ഇവിടെ ആകെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതെ, നീ സൈലന്റായിട്ട് എന്നെ പ്രപ്പോസ് ചെയ്യണ? ഇതൊന്നും നടക്കൂല ഏട്ടാ. ഒരു പരിചയമില്ലാത്ത പെണ്ണിനെ പ്രേമിക്കാന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മാവന്മാരായിട്ടൊന്ന് ആലോചിക്കണം. ആ ബെസ്റ്റ്. ചുമ്മാ അതല്ല തനിക്ക് പെണ്ണ് കിട്ടാത്ത. എടാ, ചത്തു കഴിഞ്ഞിട്ട് ഇനി ആരോട് ആലോചിക്കാനാ? എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് കുഴിയിലോട്ടെടുക്കും. എനിക്കാണെങ്കിൽ തന്നെ കണ്ടപ്പോൾ ചെറിയൊരു ഇഷ്ടം തോന്നി. തനിക്ക് ഓക്കെ ആണെങ്കിൽ താൻ എസ് പറ. ഓ, എന്തോന്നായിരിക്കും? എന്നാലും എൻ്റെ കുലമഹിമ. ഓ, തൻ്റെ ഒരു കുലമഹിമ. എടോ, ഞാൻ ലാസ്റ്റായിട്ട് ചോദിക്കുക, യെസ് ഓർ നോ? നോ നോ നോ, നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. ആ ചെറിയ ഷെഡിന് 20,000 കൂടുതൽ കിട്ടാനില്ല. ഞാൻ പറഞ്ഞ പൈസയിൽ ഒരു 5 രൂപ അധികം പോലും ഞാൻ തരത്തില്ല. ഈ ചെറുക്കനൊന്ന് എഴുന്നേറ്റോട്ടെ. തലയ്ക്ക് തരാനുള്ളതേ ഞാൻ അവിടെ ഒന്ന് തന്നോളാം. നിനക്ക് വല്ല ഉത്തരവാദിത്വ ബോധമുള്ള ചെറുക്ക. നിനക്കൊരു പെണ്ണ് കാണാൻ പോകുന്ന കേസ് ആ തള്ള പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഈ ചെറിയ പ്രായത്തിൽ നീ ഇങ്ങനെ കുടിച്ച് ബോധമല്ല കിടന്നാ ഇനി അങ്ങോട്ട് അങ്ങനെ നിന്റെ ജീവിതം? അല്ല, അപ്പൊ എന്റെ വണ്ടി ആക്സിഡന്റ് തലേ കെട്ട് മൂക്കിപ്പഞ്ഞി. ആ ശാന്തപ്പനോട് ഞാൻ അപ്പോഴേ പറഞ്ഞ കുടിച്ച് ശീലമെടുത്ത കുപ്പിയും ചെറുക്കണത്ത് കൊടുക്കരുത്. നീ വല്ല സ്വപ്നം വല്ല കണ്ടോടെ? അപ്പൊ അതൊക്കെ സ്വപ്നമായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ മരിച്ചില്ലേ? കൊള്ളാം. ഇപ്പൊ അതാ നിന്റെ പ്രശ്നം? അല്ല, നമ്മൾ ഈ ഒരു ദിവസം കണ്ട സ്വപ്നം വീണ്ടും കാണാൻ പറ്റും. അത് പറ. സ്വപ്നത്തിൽ വല്ല പെമ്പിളരം കണ്ടിരുന്ന് കാണും. എനിക്കെന്നറിയാൻ പറ്റില്ല. നീ പെട്ടെന്ന് റെഡിയായി കഫലോട്ട് ചെല്ലു. 10 പെങ്കൊച്ചള വരുമെന്നാ പറഞ്ഞേ. എന്നെ പൊന്നമ്മാവ, എനിക്ക് വയ്യ. ഇപ്പൊ തന്നെ 10 പെണ്ണായി. വെറുതെ അതുവരെ പോയി പെട്രോൾ കളയാന്നല്ലാതെ ഒരു ഉപയോഗമില്ല. എടാ, കൊച്ചു വരാമെന്ന് വിളിച്ചു പറഞ്ഞു പോയി. നീ ജസ്റ്റ് ഉള്ള പോയിട്ട് വാ. ബാക്കി പിറ്റുള്ള കാര്യമല്ലേ? എനിക്കൊന്നും വയ്യ. എടാ, ഒന്ന് പോയിട്ട് വാടാ. ചെല്ല്, പോയിട്ട് വാ. ഇത്തിരി വൃത്തിയായ ഡ്രസ്സൊക്കെ ഇട്ട് പോണേ. ആ, അതൊക്കെ എനിക്കറിയാം. ഇയാള് പോവാ. അയ്യോ, ഷാളിന് ഡ്രസ്സിലാണ് പഠിപ്പിക്കാൻ വന്നിരിക്കണം. ആകെ കൊസി തലയിൽ എണ്ണ പെണ്ണേക്കാൻ എവിടെ വെച്ച് കാണാനാണ്? ഹലോ, അനന്തേസല്ലേ?